ഒരു കല്യാണത്തിന് പോകുമ്പോ അതിന്റെ നേരത്തിന് ഇറങ്ങണ്ടേ? കുഞ്ഞാപ്പ് എവിടെ? ഓ പോരില്ല, ഇറങ്ങണ്ട, അവിടെ വാശി പിടിച്ചിട്ടുണ്ട്. അത് പറഞ്ഞാൽ പറ്റില്ല, നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വേണം പോവാന്. അതുകൊണ്ട് തന്നെ പോരാത്ത നിങ്ങൾ. കുറ്റപ്പണി വെട്ടിച്ചിക്കാണ്ട് മൊട്ടാക്കിച്ചാനല്ലേ? അതൊന്നും പറ്റില്ല കുഞ്ഞാപ്പോ. ഇങ്ങോട്ട് വധത്തിന്റെ അവിടെ നിൽക്കണേ. അത് പറഞ്ഞാൽ പറ്റില്ല. പാത്തോ എന്ത് പരിപാടി കാട്ടണ്ടേ? ഞാൻ തൂങ്ങിച്ചാകാൻ പോവാണേ. എന്തേച്ചു പോരണോ? ചേട്ടാ ആദ്യം പറയണ്ടേ, പേരക്കാരിപ്പോ ചോറിനായിട്ടിട്ടുണ്ടാവും. എന്താ കാട്ട്? കാലിട്ടേ എളുപ്പണ്ടേ, നേരല്ല. കല്യാണത്തിന് കൂടെ വാ. നിങ്ങൾക്ക് ഇന്ന സംശയല്ലേ? നിങ്ങൾ മുന്നിൽ മാറിക്കാലി വിടുന്നേ. ഞാൻ സംശയിച്ച എന്താ തെറ്റ്? അപ്പൊ അതിനെ സംഭവിച്ചുള്ളത് കാണാൻ പറ്റുന്ന ഒരു സാധ്യത തന്നെ കണ്ട്. അല്ലെങ്കിലേ പെരക്കാർക്ക് കംപ്ലൈന്റാ. എവിടേക്കെങ്കിലും പോകുമ്പോ പറഞ്ഞിട്ട് പോകുന്നുണ്ടോ? ഇജ്ജ് പോയിക്കോ. നേരല്ലേ വാ. ഇന്നാളെ ഞാൻ ബംഗാളി മരത്ത് കൊണ്ടേക്കാണ്ട് ഞാൻ കണ്ട പോലെ അവിടെ ഇവിടെ ഒക്കെ മുടിയിട്ടില്ല. ഞാൻ ചോദ്യം ചെയ്ത് പിന്നെ ഞങ്ങളുടെ സംശയ രോഗിയാണ്. പിന്നെ നിയമങ്ങൾക്ക് ഈ പെണ്ണുങ്ങൾക്ക് അനുകൂലമാണല്ലോ. എന്ത് തെമ്മാറ്റം ചെയ്യാല്ലേ നിങ്ങൾക്കൊരു ലൈസൻസ്? ഇന്ന് അങ്ങനത്തെ സലൂൺക്കല്ല പോണ്ടത്. കോട്ടക്കര അടിപൊളി സലൂൺ വന്നു. മോൾട്ടിക്കറിന്റെ പേര് നല്ല വെട്ടാന്നാ പറഞ്ഞിട്ട്. ഏത് പടവലി സലൂൺക്കാണെങ്കിലും ഞാൻ എന്റെ ജീവിതം തന്ത വൈബാണ്. നിങ്ങൾ തീരെ റൊമാൻറ്റിക് അല്ല. രാവും പവനും കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ആൾക്കാർക്ക് ഇച്ചിരി റൊമാൻസ് കുറയും. ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ സ്നേഹിച്ചിട്ടില്ല. കുട്ടിയാരാ? കുഞ്ഞാപ്പു അല്ലേ? വാ ചോദിച്ചോക്ക. മോൾട്ടിയ സലൂണിന്റെ പേര് പറഞ്ഞോടുത്താ. ആണുങ്ങൾക്കാണെങ്കിൽ എന്തിനു കുറവാ ഞാൻ വരുത്തിയത്? വല്ലത് വാർത്താന്ന് പറയണ്ട. പക്ഷേ സമാധാനം തരൂല. ഒന്ന് പോയി തരുമോ? ആയിക്കോട്ടെ, ഞാൻ ഒന്നിനും കൊള്ളാത്തവനെ. ഇപ്പൊ പിന്നെ ഉഷാറാണല്ലോ. എയർ ബോക്സ് പെണ്ണുങ്ങൾക്കാണെങ്കിൽ റെഡ് റോസും നടക്കാൻ പറ്റുമോ? പൊട്ടമാണെങ്കിൽ പോരെ. ഈ ആദ്യന്റെ പെങ്ങന്മാരും നമ്മൾ തെറ്റിച്ച് ഉമ്മാൻ്റെ നകത്തി ചേറ്റേ. അന്നിപ്പോ കാണാൻ തന്നെ കിട്ടണില്ലല്ലോ. പള്ളിക്കൊക്കെ വരവൊക്കെ പറ്റ നിർത്തിയോ? അല്ല ഞാൻ വരലുണ്ടേ. അല്ല ചൊർക്കൊക്കെ അവിടെ പോയാലേ അതാണ് ലബീബൊക്കെ കണ്ട ഇതാര ദുൽഖർ സൽമാൻ ആണോന്ന് ചോദിച്ചു. കൂടെ എന്റെ വീട്ടിൽ കയറ്റിയത് എനിക്ക് എത്ര വിശ്വാസം അറിയോ? ഇന്നോട് ഈ കാട്ടിക്കൂട്ട് കാട്ടി പട്ടിയെ ആണും പെണ്ണും കെട്ടാനായിട്ടാണ് വീടിന്റെ കൂടെ പോകുന്നത്. അജ് വരലുണ്ട്, അത് ഞാനും കണ്ടുക്കണു. ഇപ്പൊ മിഞ്ഞാന്നേറ്റല്ലേ ആ മോട്ടോർ സൈക്കിളാണ് നിർത്തിക്കാണ്ട് ആ മൂത്രപ്പേരിക്കാണ് കയറിക്കാണ്ട് അപ്പൊ തന്നെ ഇറങ്ങി പോകണ്ടു. നിസ്കരിച്ചാൻ വരലില്ലേ? ദുൽഖർ സൽമാൻ ചൂളക്കച്ചതാണ് കണക്കായി ഇജ്ജോട്ട്. ഇത് ആണുങ്ങൾക്കാണ്, പെണ്ണുങ്ങൾക്ക് അവിടെ. ഇപ്പൊ കാട്ടി വലിയ ആണത്തല്ലേ സ്വന്തം ചങ്ങാന്റെ പെണ്ണിനെ തട്ടിക്കൊണ്ടുണ്ട്. ആയിക്കോട്ടെ, ഞാൻ പോയി തരാം. ഞാൻ എന്റെ മക്കളും ഞങ്ങൾക്ക് വിലങ്ങാറ്റുണ്ടാവില്ല. അതാ ഞാൻ ചോദിച്ചത്. അതല്ല ഉസ്താദേ, എനിക്ക് പല നാട്ടുകൂടിയാണ് പണി. അപ്പൊ നാട്ടിൽ എത്തുമ്പോ ഇരുട്ടാവും. അതാണ് നമ്മളെ പള്ളിക്ക് എന്നെ പോവാണ്. കാണാത്തത് അല്ല, എല്ലാ നാട്ടിലും പള്ളി ഉണ്ട്. അറിയാം, നിസ്കരിച്ചാലൊക്കെ നിർത്തി തന്നു. ഉസ്താദേ, ഒരു സംശയം ചോദിച്ചാണ്ടായിരുന്നു. ഞാൻ ബോട്ട് കൊണ്ട് പോകുന്നേ ഉള്ളൂ. എന്റെ ജീവന്റെ ജീവനും ഇവിടെയാണ്. ഞാനിതെങ്ങനെ സഹിക്കും? ശരി, കണ്ണീര് പോയെന്താ? പണ്ടാക്കി തിരിച്ചറിയില്ലല്ലോ. സമാധാനം നീ മനസ്സിലാക്കിക്കോടാ, എനിക്ക് ബുദ്ധിയുണ്ടെന്ന്. മണ്ട പൊട്ടനും പോയി മണ്ടനും പോയി ബോട്ടും കിട്ടി. അയലേസാ ഇങ്ങോട്ട് പോകുന്നു. ഇങ്ങോട്ട് നടക്കേ. ഇവിടെയാണ് ആളുള്ളത്. ഞാൻ സ്വപ്നം കണ്ടതിനോ? അങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാൽ. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസം. എന്താ സംശയം ചോദിച്ചാ? ഞാൻ സംശയം തീർക്കുന്ന ഉസ്താദായി മാറി. നല്ല സംശയമാണെങ്കിൽ ചോദിച്ചാൽ മതി. A few moments later.
രണ്ടാം തീയതി ഉണ്ടല്ലോ ഞാൻ വാക്ക് കൊടുത്തുപോയി സ്വപ്നം വലിച്ചാൽ മതിയായിരുന്നു. നിങ്ങൾ സ്വപ്നത്തിനോട് കാണാത്ത കാര്യം ഞാൻ കാണിച്ചു. നിങ്ങൾ ഇങ്ങോട്ട് വരും ഇതുവരെ എന്നെ പറ്റിച്ചെന്നില്ലേ? പെണ്ണുങ്ങളൊപ്പം നിങ്ങളുടെ ഫോട്ടോ എടുക്കാണ്ട് അടുത്തല്ലേ പാത്തോ അത് ഈ താടി വെക്കണത് സുന്നത്തല്ലേ? അതിലെന്താ അംശം? മുന്നേ തന്നെയാണ്. ഞങ്ങളൊക്കെ താടി വെക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് നല്ല കൂലി ഉസ്താദ് എന്താ താടി വെക്കാൻ? പൊന്നാരന്റെ ആശം ഞാൻ താടി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഓരോ രോമാ വരും. എന്നിട്ട് ഈ ഏതല്ല അത് ജെമിനിയാണ്. ഏത് രജനി കോളി ഞാൻ കൊല്ലും. അത് ആപ്പാണ്. ആപ്പിൾ അത് കോപ്പാണ്. ഉള്ളാട്ട് പോയി വെച്ച ആടുകളമാരി ഒരു നീളം താടിയെ കയറുന്നിട്ട് അതിനെ പൊടിച്ച് കളിയാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? അത് ചോദിച്ചാൽ മതി. ഇതിന്റെ പാവം അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. അവൻ കരയണം എന്നാലേ ഇവർക്കൊക്കെ വേജാറുള്ളൂ. ഉസ്താദെ ഒരു സംശയം, ഒറ്റ സംശയം കൂടി ഉണ്ട്. വെറുതെ നിങ്ങൾ മദ്രാസ് കണ്ടിക്കച്ചവടമാണ് ഇവിടുന്ന് പോണേ. എനിക്ക് അപ്പഴേ തോന്നി നിങ്ങൾ രണ്ടാം കെട്ട് ഇട്ടിരിക്കണേ. ഒന്നാം കെട്ടോടെ ഞാൻ പിടികുത്ത കഴിഞ്ഞ് രണ്ടാം കെട്ട്. ആരിസേ ഇതെന്റെ ഒടുക്കത്തെ സംശയം ചോദിച്ചാലാണ്. ഇനി എന്റെ സംശയത്തിന് മറുപടി പറയണ പരിപാടിയില്ല. ഒറ്റ സംശയം കൂടി ഉള്ള എനിക്ക്. അവനൊക്കെ പഠിക്കൂ. ഇനി അത് ചോദിച്ചാ ഇന്നെ ഇടങ്ങാറാക്കണ ചോദ്യമാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചോദിച്ചും വേണ്ട. ഒരു ഒറ്റ ഒന്നും എന്നോട് ഒരു നല്ല സംശയം ചോദിച്ചിട്ടില്ല. പോവാണെങ്കിൽ മൂക്കിൽ ഞാൻ മൂക്കയറുണ്ടോ? അതിനായിട്ട് നല്ല ചിന്ന കുച്ചത്തിലെ കുഴിച്ചിട്ടാളെ ചോദിച്ചാ കേട്ട്. അല്ല ഉസ്താദെ, ഈ തൂങ്ങി മരിച്ചാലേ ഈമാൻ കിട്ടുമോ? രാവിലെ എന്താണ് എനക്ക് തിന്നതെല്ലിന്റെ ഇടക്കാരനാ? ഇന്നലെ ജിമ്മിൽ പോയി തുടങ്ങിയില്ല, ഇന്ന് ഭയങ്കര മാറ്റം. ചെസ്റ്റ് ഒക്കെ കണ്ട അപ്പായിരിക്കണം. ചെന്ന് കയറിയ ഉടനെ എന്തൊരു വെൽഡ് ചെയ്ത് വെച്ചെന്നാ നിന്റെ കഷത്തിൽ ഒറ്റ ഒന്നും തിരികെ കാര്യം മൂങ്ങി വെച്ച ശ്വാസം തന്നെ കിട്ടൂല, പിന്നെ ഈമാൻ കിട്ടല്. കുരുവാ അത് കഷത്തിൽ വിങ്സ് ഇറങ്ങിയത്. ഇറങ്ങിയെങ്കിലും ഒരു കസേര എടുത്തിട്ട് ഒരു കയറി ഇരിക്കട്ടെ. ഇത് പട്ടിഷോ അല്ല പേപ്പട്ടിഷോ. ഇന്നലെ അമ്പലത്തിൽ പോയപ്പോ ഒരു പെണ്ണെന്റെ കയ്യിലെ വേണ്ടി അല്ല നിരുപ്പിച്ച് തൂങ്ങി വെച്ചാ പോവാ. ഞാനല്ല ഉസ്താദെ, കണ്ടിട്ട് ചോദിക്കുകയില്ലേ വെരിക്കോസ് ആണാന്നായിരിക്കും. ഈ കേരളത്തിൽ ഇപ്പൊ പ്രോപ്പർ ആയിട്ട് പുഷപ്പ് അടിക്കണ ഞാൻ മാത്രമേ ഉള്ളൂ. എങ്കിൽ മക്കളൊന്ന് അടിച്ചു കാണിച്ചാണ്. ആനേട്ടന്റെ തീർക്കണേ കയറും കൊണ്ട് ഇങ്ങനെ പോണു. ഓന്നിപ്പോ തൂങ്ങി മരിച്ചു തന്നെ കാര്യം. ഞാൻ പോരുമ്പോ ആ പോത്തുംകുട്ടി ഓനും വലിച്ചു കൊണ്ടുപോയി. അയ്യോ ഇതെന്തൊരു ആകാശ കപ്പലാ. 10 അവിച്ച മുട്ട എടുത്തു പോയി, പ്രോട്ടീൻ കയറിട്ട്. ഇവിടുത്തെ കോഴിക്ക് മൂലക്കുരു, അതുകൊണ്ടൊന്നും മുട്ട ഇട്ടില്ല. ഓ അപ്പൊ കോഴിക്കൊന്ന് ഇന്നാലും അതെങ്ങനെ പൊള്ളായി സുഖപ്പെടട്ടെ. നിനക്ക് ഇനി ഏത് ജിമ്മിലൂടെ അഡ്മിഷൻ എടുക്കാനുള്ള? 2 ദിവസം പോകും, 3-ന്റെ അന്ന് പോകൂല. എന്നിട്ട് അവിടെ പെരുവിയോ ഇവിടെ പെരുവിയോ മാറ്റം ഉണ്ടാന്നും ചോദിച്ചോണ്ട് നടക്കും. അതെനിക്ക് ജിമ്മിൽ പോയി 5 ദിവസം കൊണ്ട് മസ്കണൂന്ന്. അന്റെ സംശയം ഒരു കാലത്തും തീരൂല. അല്ല ഓ പറഞ്ഞതിലും കാര്യമുണ്ട്. എന്തായാലും അതിനെ കടക്കുള്ളൂ. അമ്മാരി ചറ്റത്തരല്ലേ കാട്ടി വരുന്നു, നമുക്ക് ഉസ്താദിനോട് ചോദിച്ചു നോക്കാം. ിലൊക്കെ പെട്ടെന്ന് ഒന്ന് അർണോളിന്റെ കണക്കാവണം. അതിനെ സൈക്കിൾ ഇടയിൽ പോയി ഒരു വാൽറ്റു കുറ്റി വാങ്ങിച്ചിട്ട് നിന്റെ മൂട്ടി കയറ്റിട്ട് കാറ്റടിച്ചോളൂ. അപ്പൊ എളുപ്പം ജിമ്മനാവും. സംശയം